വെൽക്കം ടു മൈ ചാനൽ എൻ്റെ സ്വാദ്. എൻ്റെ സ്വാദിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. നമ്മളെന്നും പുട്ടും കടലയും പിന്നെ അരി സാധനങ്ങളല്ലേ എന്നും കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കേരളത്തിൽ. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ, ഒരു ചേഞ്ച് അല്ലേ. പണ്ട് ഞാൻ എവിടെയോ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, പുട്ട് ഇഷ്ടപ്പെടാണ്ട് പുട്ടുകുറ്റി കളയാൻ പോയ ഒരു കുട്ടിയുടെ കഥ. അത് ശരി തന്നെയായിരിക്കും, കാരണം എല്ലാവർക്കും മടുത്തു തുടങ്ങി നമ്മളെ ഐറ്റംസ് എല്ലാം. അപ്പോൾ ഒന്നും കൂടെ നമ്മളൊന്ന് ചേഞ്ച് വരുത്തുക. ഇത് ജാർഖണ്ഡിൽ സാധാരണയായി അവരുണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം 2-3 ധാന്യങ്ങളെല്ലാം കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ ഞാൻ കാണിക്കാം. ഒരു ഗ്ലാസ്സിൽ അതിൻ്റെ അരഭാഗം, ഏത് കപ്പാന്നോ അല്ലെങ്കിൽ ഗ്ലാസ്സാണോ നിങ്ങൾ എടുക്കുന്നത്, എല്ലാം അതിൻ്റെ സൈസിലങ്ങ് പോകണം. ഒരേ അളവിൽ തന്നെ എടുത്താൽ മതി. ഒരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് കടലപ്പരിപ്പ്, 1/2 ഗ്ലാസ് ഉഴുന്നുപരിപ്പ്, 1/2 ഗ്ലാസ് പച്ചരി. ഇത് മൂന്നും ഒരു 4-5 മണിക്കൂർ പുതിർത്ത് വെക്കുക. അത് പുതിർത്തതിന് ശേഷം പച്ചമുളകും ജീരകവും കൂട്ടി നന്നായി മിക്സിയിൽ അരച്ചെടുത്ത് ഒരു ബാറ്റർ തയ്യാറാക്കുക. അതായത് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, പച്ചരി, പിന്നെ 3 പച്ചമുളക്, ജീരകം, ഉപ്പ് എല്ലാം കൂടി തയ്യാറാക്കിയ ബാറ്ററാണിത്. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇതിൻ്റെ പേരാണത്. ഇത് അധികം വെള്ളമാവാൻ പാടില്ല. കണ്ടില്ലേ, ഒരു ഇഡലിയുടെ പരുവത്തിലായിരിക്കണം അതിൻ്റെ ബാറ്ററിൻ്റെ സ്ഥിതി. ഇങ്ങനെ ഇത് അരച്ചു വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ പുതിർത്ത് അരച്ചെടുത്തതാണിത്. അരച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 2 മണിക്കൂർ ഇതിന് റെസ്റ്റ് കൊടുക്കണം. എന്നിട്ടേ നമുക്കിത് ഉണ്ടാക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഈ 2 മണിക്കൂർ അത് റെസ്റ്റ് എടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിന് കഴിക്കാൻ വേണ്ടി ഒരു കറി വേണ്ടേ. ആ കറി ഉണ്ടാക്കുന്നതിന് വേണ്ട സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാറ്റർ അവിടെ ഇരിക്കട്ടെ, കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ആ കറി ഉണ്ടാക്കുന്നത് നമുക്കൊക്കെ പരിചിതമായ പൂരിയുടെ ബാജി. നമ്മുടെ കേരളത്തിൽ പൂരി ബാജി ഭയങ്കര ഫേമസ് ആണല്ലോ. പക്ഷേ ഇത് പൂരി ബാജി കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു കറിയായിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവരുടെ ഈ ഗുസ്കക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കുന്നത് കുറച്ച് വെള്ളം മാതിരി, കുറച്ച് ലൂസായിരിക്കണം. കറി അധികം ടൈറ്റ് ആവാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ, ഇത് 3 ഉരുളക്കിഴങ്ങ് കുക്കറിൽ വൃത്തിയാക്കി തൊലിയോട് കൂടി വേവിച്ച് ഞാൻ പൊടിച്ചു വെച്ചതാണ്. തീരെ പൊടിഞ്ഞു പോകാൻ പാടില്ല, ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കാണണം. പിന്നെ ഉള്ളി, ഇഞ്ചി, ജീരകം, കറിവേപ്പില, പച്ചമുളക്, തക്കാളി. ഈ കറിവേപ്പില ഞാൻ പ്രിഫർ ചെയ്തതാണ്, നമുക്കതൊരു ശീലമായി പോയില്ല ഒരു കറിയിൽ കറിവേപ്പില ഇട്ടിട്ട്. പിന്നെ ഉപ്പ്. അപ്പം ആദ്യം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടത് കറിയാണ്. ഗുസ്കക്ക് വേണ്ടിയുള്ള മാവ് അവിടെ റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. വെള്ളം ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും, അതുകൊണ്ടാണ് ഞാൻ തുടച്ചത്. ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ എണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് ജീരകം, ഇഞ്ചി, കറിവേപ്പില, ഇത് മൂന്നും പൊട്ടട്ടെ. ഇത് നല്ലൊരു ഡിഷാണ്. കഴിക്കാൻ നമുക്കൊരു വ്യത്യാസമുള്ള ഒന്ന് വരുമ്പോൾ എല്ലാവർക്കും കഴിക്കാനൊക്കെ ഇഷ്ടാവുമല്ലോ. ഇതെന്തായാലും എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. കാരണം ഞാൻ കാണിച്ച എല്ലാ ഡിഷുകളും എനിക്ക് പല കമൻസും വരുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ ഡിഷുകളാണ് ഞാൻ കാണിക്കുന്നത്. കേരളത്തിൽ അത്ര നാച്ചുറൽ അല്ലാത്ത സംഗതികൾ, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള ഇനിയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലും ഇനിയും പുതിയ വ്യത്യസ്തമായ ഡിഷുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഇത് ജീരകം, കറിവേപ്പില, ഇഞ്ചി, ജീരകമൊക്കെ നന്നായി പൊട്ടിക്കഴിഞ്ഞു. അതിനുശേഷം പച്ചമുളക്, ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കണം. ബാജിക്ക് നമ്മളങ്ങനെ വഴറ്റില്ല. ജാർഖണ്ഡ്, UP, ബീഹാറിലെല്ലാം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഉള്ളി അവരെപ്പോഴും വാട്ടിയെടുക്കും, എന്നിട്ടേ കറി ഉണ്ടാക്കുന്നുള്ളൂ.
ഉള്ളി വെറുതെ മുറിച്ചിടുന്ന സ്വഭാവം ഇല്ല. ആ ഉള്ളിയുടെ ഒരു പച്ച മണം മാറാൻ വേണ്ടിയിട്ടായിരിക്കും അത്. പിന്നെ അവർ കറിയെല്ലാം ഉണ്ടാക്കുന്ന കടുവെണ്ണയിലായിരിക്കും, നമുക്കത് ശീലമില്ല. പിന്നെ എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവരും ഇന്ന് സൺഡേ ആണ്, നാളെ എല്ലാവർക്കും ലീവ് കിട്ടിയില്ലേ? ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും. എല്ലാവരും ഇൻഡിപെൻഡൻസ് ഡേ എല്ലാം നന്നായിട്ട് ആഘോഷിക്കുക, സമാധാനപരമായിട്ട് ആഘോഷിക്കുക, ഐക്യത്തോടെ ആഘോഷിക്കുക. നാളെ ലീവ് കിട്ടിയതുകൊണ്ട് കുട്ടികളെല്ലാം ഹാപ്പി ആയിരിക്കും അല്ലേ? നാളെ ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞ് ഫ്ലാഗ് ഹോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് കുട്ടികൾ വരുമ്പോഴേക്കും അവർക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക. കുറച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഉരുളക്കിഴങ്ങ്, പിന്നെ തക്കാളി, കിഴങ്ങും അതിലിട്ട് ചേർത്തു. പിന്നെ തക്കാളി, കുറച്ച് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. നമ്മളെ ബാജി മാതിരി തന്നെ, പക്ഷെങ്കിൽ എന്താ വ്യത്യാസമുള്ളത്? ബാജി കുറച്ച് കട്ടിയായിരിക്കും, ഉരുളക്കിഴങ്ങിൻ്റെ പൂരി ബാജി. പക്ഷേ ഇതങ്ങനെ കട്ടിയില്ല, നല്ല ലൂസായിട്ടിരിക്കണം. കാരണം ഗുസ്ക കഴിക്കേണ്ടതാണ് അതിൻ്റെ കൂടെ. ഗുസ്കക്ക് നല്ല കറി വേണം. അധികം ടൈറ്റായ സംഗതിയൊന്നുമല്ല, പക്ഷേ കറി നന്നായിട്ട് വേണം. ഇത് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് പതക്കട്ടെ, എല്ലാം ഒന്ന് മിക്സായി തക്കാളിയൊക്കെ വെന്ത് വരട്ടെ. ഇതാ നന്നായി പഴച്ചു, നമ്മളെ കൂട്ടാൻ തിളച്ച് വന്നത് കണ്ടില്ലേ? എല്ലാം മിക്സായി കഴിഞ്ഞു. ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണം ഇങ്ങനെ കാണണം, അധികം അടിക്കാൻ പാടില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തോല് പൊളിച്ചതാണ് കേട്ടോ. ഞാൻ ആദ്യം തോലോട് കൂടിയാണ് പുഴുങ്ങിയത് കുക്കറിലിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ പണിയും കഴിയും. അപ്പോൾ എല്ലാം ആയിക്കഴിഞ്ഞു. നമ്മുടെ ഉസ്കയുടെ കറി റെഡിയായി. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയേ, ബാറ്ററിൻ്റെ ഒരു ഇഡലി മാവ് അല്ലേ? ഇഡലി മാവിൻ്റെ പരുവത്തിൽ കടലപ്പരിപ്പ്, ഉഴുന്ന പരിപ്പ്, അരി, 3 പച്ചമുളക്, ജീരകം, ഉപ്പും ചേർത്ത് ഇളക്കി 2 മണിക്കൂർ വെച്ചു. ഒരു 4-5 മണിക്കൂർ പുതിർത്താൽ മതി. ഇത് ഉണ്ടാക്കുന്ന സമയത്ത്, ഓൺ ചെയ്യുന്ന ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് കത്തുന്നുണ്ട്. അതിന് ശേഷം കുറച്ചാൽ മതി. നമുക്ക് ഒരു തവി ഒഴിക്കാം. ഒരു സൈഡ് നന്നായി ആയതിനു ശേഷം കുറച്ച് സിമ്മിലാക്കി വെക്കുക. തീർച്ചയായും എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നന്നായി ഒരു സൈഡ് ആയതിനു ശേഷം മാത്രം സിമ്മിലാക്കി വെക്കുക. ഇനി ഈ സൈഡും നന്നായി ആവണം. സിമ്മിൽ വെച്ചിട്ട് തന്നെ വേവട്ടെ, അല്ലെങ്കിൽ ഉള്ളൊന്നും വേവുന്ന അത്ര വേവാൻ ഇരിക്കുന്നാല് കുഴപ്പമാണ്. നന്നായി വെന്ത് വരട്ടെ. അതിടുന്ന സമയത്ത് നല്ല സിമ്മിലിട്ടാലേ അത് ഇളകി വരണം പെട്ടെന്ന്. ഇടയ്ക്ക് ഒരു ചേഞ്ച് വേണ്ടേ എല്ലാവർക്കും? നമ്മളിതിങ്ങനെ കേരളത്തിലെ ആൾക്കാർ റൗണ്ട് അടിക്കും. പുട്ട്, ദോശ, ഇഡലി, വെള്ളയപ്പം
പക്ഷെ അതിന് നല്ലൊരു ചേഞ്ച്, ഇടയ്ക്കൊരു ചേഞ്ച്. ഓക്കെ, കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ, ഒരു വ്യത്യസ്തമായ പലഹാരം. വീട്ടിലാരും ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ 1-2 ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമല്ലോ രാവിലത്തെ ഫുഡിനുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കണ്ടില്ലേ, പൊന്തി വരും ഇങ്ങനെ. 1-2 ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇതും കണക്കൂട്ടിക്കോ. അപ്പോൾ അവരെല്ലാം ചോദിക്കും ഇത് എവിടെ നിന്നാണ് ഇത് പഠിച്ചത്. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ മതി. സിമ്മിൽ വെച്ച് 2 സൈഡും നന്നായി പൊരിയുന്നവരെ, ഉള്ളു വേവണം, അതാണ് നമുക്ക് ഏറ്റവും കാര്യമായുള്ളത്. ആയിരിക്കാം. പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി രണ്ടാമത്തേതും നമുക്കിങ്ങനെ തന്നെ ഒഴിക്കാം. രണ്ടാമത്തെ ഗുസ്കയും റെഡി ആയിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല ബോൾ പോലെ പൊന്തി വന്ന് നല്ല ഒരു സുന്ദരമായ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, മറക്കരുത്. കറിയോടുകൂടി ഒരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു കറിവേപ്പിലയും പിന്നെ കുറച്ച് കറിയും കൂട്ടി എല്ലാവരും ടേസ്റ്റ് നോക്കണം, കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടോ എന്ന് അറിയിക്കണം. പൂരിയുടെ ബാജി ഉണ്ടാക്കുന്നതിനും എളുപ്പമാണ് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിക്കഴിഞ്ഞാൽ. അപ്പം റെഡി ആയിരിക്കുകയാണ്. നാളെ തന്നെ എല്ലാവരും സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കി വീട്ടിലുള്ളവർക്കെല്ലാം കൊടുക്കുക. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമാർക്ക് എല്ലാവർക്കും. നാളെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അതേമാതിരി ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായി ഇതിനെല്ലാവരും ഉപയോഗിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ ഡിഷസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.